ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2185. ഇന്ന് ഡിസംബർ മാസം 24-ാം തീയതി 358-ാമത്തെ ദിവസത്തിലെത്തി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ആരാണ് നമ്മളെ ഒന്ന് സഹായിക്കുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക? നസ്രയത്തിൽ ഒരു നല്ല മരപ്പണിക്കാരനുണ്ടെന്ന് സുവിശേഷം പറയുന്നുണ്ട്. യൗസേപ്പ് എന്നാണ് അവരുടെ പേര്. ഈ ദിവസങ്ങളിൽ, ഈ സമയങ്ങളിൽ അദ്ദേഹത്തെ ഒന്നും കൂടി ഒന്ന് ഓർത്തെടുത്താൽ, ചേർത്ത് പിടിച്ചാൽ നല്ലതാണ്. യൗസേപ്പിൻ്റെതായ ഒരു വാക്കും തിരുവെഴുത്തിൽ കാണുന്നില്ല. യൗസേപ്പിനെ കുറിച്ച് പോലും എത്ര ചെറിയ സൂചനകളാണുള്ളത്. സത്യത്തിൽ അദ്ദേഹം വാക്കുകൾ കൊണ്ടൊന്നും പഠിപ്പിച്ചതേയില്ല. ശരിക്കും നമ്മളുടെ മാതിരി വാക്കുകൾ കൊണ്ടല്ല, മൗനം കൊണ്ടാണ് യൗസേപ്പ് പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെ. തികഞ്ഞ വിശ്വസ്തത തുളുമ്പുന്ന ഒരു മൗനമാണ്. നമ്മൾ കുറെ കൂടി ഒന്ന് അന്തസ്സുറ്റ ഒരു മൗനത്തെ കണ്ടെത്തേണ്ടതാണ്. അതിന് നമ്മൾ ഈ യൗസേപ്പ് എന്ന ഒരു മനുഷ്യൻ സഹായിക്കും. ഒപ്പമുള്ള പരിശുദ്ധ കന്യകമറിയം സഹായിക്കും. ദൈവത്തോട് എന്തുമാത്രം സംസർഗം ചെയ്ത ഒരാളാണ് യൗസേപ്പ്. മനുഷ്യരോട് നിശബ്ദത പാലിക്കുമ്പോഴും തൻ്റെ നിശബ്ദതയ്ക്കകത്ത് ദൈവത്തോട് കാര്യമായി മിണ്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ. അങ്ങനെ ആയുസിന്റെ നിമിഷങ്ങൾ മുഴുവൻ ദൈവത്തോടുള്ള മിണ്ടാട്ടം നിർത്താതെ അനസ്യൂതം തുടർന്നൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് നമ്മളെ കൈപിടിച്ച് നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഗുരു ഈ തച്ചനായ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൗനമായി ഇരിക്കുവാനും നമുക്കൊന്ന് പഠിക്കാം. അത് ദൈവത്തോട് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ അഗാധമായ പ്രാർത്ഥനയാണ്. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നതും അത് തന്നെയാണ്. തീർച്ചയായും നമുക്ക് എത്തിപ്പെടാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്തതും എളുപ്പത്തിൽ പറ്റാത്തതുമായ ഒരു തലവും കൂടിയാണ് ഈ മൗനം. തിരുപ്പിറവിയുടെ ആ ഒരു ഓർമ്മ പുതുക്കുന്നതിൻ്റെ തലേദിവസം നമ്മളായിരിക്കും ജീവിതത്തിൽ കുറെ കൂടി മൗനത്തെ ചേർത്ത് പിടിക്കുക. മിണ്ടിയതൊക്കെ മിക്കവാറും പാഴായി പോയതാണ്. വല്ലാതെ നമ്മളുടെ അഴക് കളഞ്ഞ കാര്യങ്ങളായിരുന്നു. ആ ഒരു തിരിച്ചറിവില് ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ അന്ന് എത്രയോ നമ്മൾ നന്നാകുമായിരുന്നു എന്ന് നമുക്കിപ്പോ തോന്നുന്നുണ്ട്. മറിയം എന്ന അമ്മയും യൗസേപ്പ് എന്ന പിതാവുമൊക്കെ നമ്മളെ ശീലിപ്പിക്കുന്നതും ഇത്തരമൊരു മൗനം ആചരിപ്പാനും പാലിപ്പാനുമാണ്. അതാവട്ടെ ശരിക്കും ക്രിസ്തുവിലേക്കുള്ള നമ്മളുടെ വഴിയും വാതിലും കുറെ കൂടി വിശാലമായി തുറന്നു കിട്ടുന്ന അനുഭവമാണ്. അതെ, ബോധപൂർവം നമുക്ക് മിണ്ടാതിരിക്കാം. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഒടുവിൽ ആമേൻ എന്ന് പറയാം.